ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റെയിൽവേയുടെ NTPC എക്സാംസ് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന്. നമ്മുടെ റെയിൽവേയിൽ PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറിലും വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നതിൻ്റെ പാർട്ട് 1 ആണ്. ഞാൻ ഡെയിലി ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഷെഡ്യൂൾ ഇൻക്ലൂഡ്സ് ലാംഗ്വേജസ്. ലാംഗ്വേജസ് വരുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 8th ഷെഡ്യൂളിലാണ് കേട്ടോ. ഏത് ഷെഡ്യൂളിലാണ്? 8th ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 14 ലാംഗ്വേജസ് ആയിരുന്നു അന്ന് റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. എത്ര? 14 ആയിരുന്നു. ബട്ട് നമുക്ക് കറൻ്റ്ലി 22 ലാംഗ്വേജസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ലാംഗ്വേജസ് ഉണ്ട്? 22 ലാംഗ്വേജസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8th ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 8 ലാംഗ്വേജസ് ആണ് വീണ്ടും ആഡ് ചെയ്തത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിന്ധി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ് ആണ്? സിന്ധി ലാംഗ്വേജ് ആണ്. അത് നമുക്ക് 21st അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് 21st അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് സിന്ധി ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 71st, ഓക്കെ. ഇപ്പോൾ 21 കഴിഞ്ഞിട്ട് 71 ആണ്. അതിൽ നമുക്ക് കൊങ്കണി, മണിപ്പൂരി ആൻഡ് നേപ്പാളി. ഏതൊക്കെയാണ്? കൊങ്കണി, മണിപ്പൂരി ആൻഡ് നേപ്പാളി. ഈ 3 ലാംഗ്വേജുകളാണ് 71st അമെൻമെൻറ്റ് ആക്ട് വഴി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 92nd, ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. 92nd അമെൻമെൻറ്റ് ആക്ടിലെ ഏതൊക്കെ 4 ലാംഗ്വേജുകളാണ് അഡോപ്റ്റ് ചെയ്തത്? ഏതൊക്കെയായിരുന്നു? ബോഡോ, ഡോങ്ക്രി, സാന്താലി, മൈഥിലി. എല്ലാം തമ്മിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ട്. ലൈക്ക് ബോഡോ, ഡോങ്ക്രി, ദെൻ സന്താലി ആൻഡ് മൈഥിലി. ഓക്കെ, അപ്പോൾ ഈ 4 ലാംഗ്വേജുകളാണ് ബോഡോ, ഡോങ്ക്രി, സന്താലി ആൻഡ് മൈഥിലി. ഈ 4 ലാംഗ്വേജ് ഏത് അമെൻമെൻറ്റ് ആക്ടാണ്? 92nd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8th ഷെഡ്യൂളിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9th ഷെഡ്യൂൾ. ഓക്കെ, 9th ഷെഡ്യൂൾ ആക്ച്വലി ഫസ്റ്റ് അമെൻമെൻറ്റ്. ഏത് ഇയറിലാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് നടക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് അമെൻമെൻറ്റ് നടക്കുന്ന ഇയർ ഏതാണ്? ഇറ്റ്സ് 1951. ഓക്കെ, 1951 നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് നടക്കുന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്തൊരു ഷെഡ്യൂളാണ് ഇത് 9th ഷെഡ്യൂൾ. ഓക്കെ, 9th ഷെഡ്യൂളാണ് ഇത്. ഫസ്റ്റ് അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്യുന്നത് ഏതാണ്? 9th ഷെഡ്യൂളാണ്. ഓക്കെ, 1951 ഫസ്റ്റ് അമെൻമെൻറ്റ് നടന്നത്. ആൻഡ് ദിസ് 9th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് ലോസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ലോസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ ആണ് നമ്മുടെ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ദ 11th ഷെഡ്യൂൾ എന്നാണ്. 11th ഷെഡ്യൂൾ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് 73rd അമെൻമെൻറ്റ് ഓഫ് 1993. നമുക്കറിയാം ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു അമെൻമെൻറ്റ് ആക്ടാണ് 73rd അമെൻമെൻറ്റ് 1993. അപ്പോൾ അത് ആഡ് ചെയ്തത് ഏത് ഷെഡ്യൂളാണ്? 11th ഷെഡ്യൂൾ. 11th ഷെഡ്യൂളാണ് 73rd അമെൻമെൻറ്റ് ആഡ് ചെയ്യുന്നത്. ആൻഡ് 11th ഷെഡ്യൂളിൽ വരുന്നത് എന്താണ്? പഞ്ചായത്തി രാജ്. ഓക്കെ, പഞ്ചായത്തി രാജ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, പഞ്ചായത്തി രാജൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതിലാണ്? 11th ഷെഡ്യൂളിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചേർന്ന് ചോദിക്കുന്നതാണ് നമുക്ക് 74th അമെൻമെൻറ്റ് ആക്ടിൻ്റെ കാര്യം. 74th അമെൻമെൻറ്റ് ആക്ടും ഇതേ സെയിം ഇയറിലായിരുന്നു, 1993 തന്നെയായിരുന്നു. ആൻഡ് 74th അമെൻമെൻറ്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഷെഡ്യൂളാണ്? 12th ഷെഡ്യൂളാണ്. ഓക്കെ, 12th ഷെഡ്യൂളാണ്. ഓക്കെ, 73rd അമെൻമെൻറ്റ് 11th ഷെഡ്യൂളും 74th അമെൻമെൻറ്റ് 12th ഷെഡ്യൂളുമാണ്. ആൻഡ് ഈ 12th ഷെഡ്യൂൾ ആയിട്ടുള്ള 74th അമെൻമെൻറ്റ് വഴി വന്നത് എന്താണ്? മുനിസിപ്പാലിറ്റീസ് ആണ്. ഓക്കെ, മുനിസിപ്പാലിറ്റീസ് ആണ്. അപ്പോൾ 73rd അമെൻമെൻറ്റ് 1993 തന്നെയാണ്. അതിൽ പഞ്ചായത്തി രാജാണ് വന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇൻ 11th ഷെഡ്യൂൾ. അപ്പോൾ 12th ഷെഡ്യൂൾ ഏതാണ്? 74th അമെൻമെൻറ്റ്, അതും 1993 തന്നെയാണ്. അതിൽ വന്നത് എന്താണ്? മുനിസിപ്പാലിറ്റീസ് ആണ്. ഓക്കെ ഓക്കെ സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓർഗനൈസേഷൻ റെക്കമെൻഡ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ക്രോപ്സിന് മിനിമം സപ്പോർട്ട് പ്രൈസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷനാണ്? അത് CACP ആണ്. എന്താണ്? കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഏതാണ്? കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP. ക്രോപ്സിന് മിനിമം സപ്പോർട്ട് പ്രൈസ് റെക്കമെൻഡ് ചെയ്യുന്നത് CACP ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ലേക്ക് കേരളത്തിലെ അഷ്ടമുടി കായലാണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ലേക്ക് വരുന്നത് കേരളത്തിലെ അഷ്ടമുടി ലേക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഏതാണ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക്? ഇറ്റ്സ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് റിഹാന്ത് ഡാം റിസർവെയർ. ഓക്കെ,
റിഹാന്ത് ഡാം റിസർവെയർ എന്ന് പറയുന്നതും ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ലേക്ക് എന്ന് പറയുന്നതും സെയിം ആണ്. ആൻഡ് ഇതാണ് ഏറ്റവും ഇന്ത്യയിലെ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് വരുന്നത് ജയ്സമണ്ട് ലേക്കാണ്. ഓക്കെ, ജയ്സമണ്ട് ലേക്കാണ് രാജസ്ഥാനിലെ ജയ്സമണ്ട്. ഓക്കെ, രാജസ്ഥാനിലാണ് ജയ്പൂർ, നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം അല്ലേ. ജയ്സമണ്ട് ലേക്ക് ഓഫ് രാജസ്ഥാനിലാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് ദെബാർ ലേക്ക്. ഓക്കെ, മിക്കതിലും ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ ദെബാർ ലേക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഓക്കെ, ദെബാർ ലേക്ക് അപ്പം എന്താണ്, ജയ്സമണ്ട് ലേക്കാണ് രാജസ്ഥാനിലെ ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഉണ്ടാക്കിയ ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഇറ്റ്സ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഫോം ചെയ്ത സ്റ്റേറ്റ്. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1953. ഏത് ഇയറിലാണ്? 1953ലാണ്. ആൻഡ് ആന്ധ്രാപ്രദേശ് ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നതായിട്ടാണ്? തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ. ഓക്കെ, തെലുങ്കു സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു ഏത്? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് November 1st of 1956 ആണ്. അന്ന് തന്നെയാണ് നമ്മുടെ കേരളവും ഫോം ആവുന്നത്. അത് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ്. നമുക്കറിയാം ഈ 1953 എന്താണ് നമ്മുടെ പോട്ടി ശ്രീരാമല്ലു എന്താ ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? പോട്ടി ശ്രീരാമല്ലു ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നു. ഇങ്ങനെ ഒരു തെലുങ്കു സ്പീക്കിംഗ് സ്റ്റേറ്റ് വേണം എന്നതിന് വേണ്ടിയിട്ട് പോട്ടി ശ്രീരാമല്ലു ഹങ്കർ സ്ട്രൈക്ക് നടത്തുകയും പുള്ളിക്കാരൻ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നു. അതിനെ തുടർന്നിട്ടാണ് നമുക്ക് ആന്ധ്ര സ്റ്റേറ്റ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് 1953. ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ November 1st 1956 തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം. സോ ദ നെക്സ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് തെലങ്കാന സ്റ്റേറ്റ് അപ്പോൾ എന്നാണ് ഫോം ആയത്? നമുക്കറിയാം ആന്ധ്രാപ്രദേശിനെ വിഘടിച്ചാണ് തെലങ്കാന ഉണ്ടാവുന്നത്. എന്നാണ് തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടാവുന്നത്? ഇറ്റ് വാസ് ഫോംഡ് ഓൺ June 2nd. എന്നാണ് June 2nd of 2014. 2014 June 2nd തെലങ്കാന സ്റ്റേറ്റ് ഫോം ആവുന്നത്. എന്നാണ് June 2nd of 2014. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജ്. നമുക്കറിയാം ബ്രഹ്മസമാജ് ആരുടെയാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഫൗണ്ട് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1828. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഇയറിലാണ്? 1828ലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്യുന്നത്. ഇതിന് മുൻപ് പുള്ളിക്കാരൻ ആത്മീയ സഭ ഫൗണ്ട് ചെയ്തിരുന്നു. ഏത് ഇയറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് 1814. ഓക്കെ, 1814ലാണ് ആത്മീയ സഭ. ആക്ച്വലി 24ന്റെ പകുതിയാണല്ലോ 14, അങ്ങനെ ഓർത്തുകൊള്ളുക. അപ്പോൾ രാജാറാം മോഹൻ റോയ് 1828 മുന്നേ ആത്മീയ സഭ ഇൻ 1814 ഫൗണ്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഓക്കെ, രാജാറാം മോഹൻ റോയുടെ രാജ എന്ന ടൈറ്റിൽ കൊടുത്തത് ആരാണ്? അക്ബർ രണ്ടാമനാണ്. ഓക്കെ, അക്ബർ രണ്ടാമനാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ടൈറ്റിൽ കൊടുത്തത്. ആൻഡ് ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആൻഡ് രാജാറാം മോഹൻ റോയുടെ ന്യൂസ് പേപ്പർ ഏതാണ്? മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ ആരുടെ ന്യൂസ് പേപ്പറാണ്? മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയുടെ ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, മിറാത്തുൽ അക്ബർ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. ഓക്കെ, രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്ത ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. അത് ഇയർ ഈസ് ആക്ച്വലി 1897. ഓക്കെ, ഏത് ഇയറിലാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ ഫൗണ്ട് ചെയ്യുന്നത്? 1897ലാണ്. 1897ലാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് സ്വാമി വിവേകാനന്ദ വാസ് ബോൺ ഓൺ 12 January of 1863. 1863 12th January സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12th January ഈസ് നോൺ ആസ് നാഷണൽ യൂത്ത് ഡേ. എന്താണ്? നാഷണൽ യൂത്ത് ഡേ ആണ് 12th January. എന്നാൽ ഇന്റർനാഷണൽ യൂത്ത് ഡേ വരുന്നത് 12th August ആണ്. പക്ഷേ നമ്മുടെ നാഷണൽ യൂത്ത് ഡേ വരുന്നത് 12th January അന്നാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ഓക്കെ, സോ and he founded Ramakrishna Mission in the name of his Guru Ramakrishna Paramahamsa. ഓക്കെ, അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസന്റെ പേരിലാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, രാമകൃഷ്ണ പരമഹംസന്റെ പേരിലാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൈജഷൻ മെയിൻലി ഹാപ്പൻസ് ചെയ്യുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. ഓക്കെ, ഡൈജഷൻ എവിടെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. ആൻഡ് നമ്മുടെ ഈ ഫുട്പാത്തിനെ പറയുന്നത് എന്താണ്? അലിമെന്ററി കനാൽ. ഓക്കെ, അലിമെന്ററി കനാൽ എന്താണ്? ഫുട്പാത്ത് ആണ്. ഓക്കെ,
അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ഫുട്പാത്ത് ആണ്. ആൻഡ് അപ്പോൾ ഡൈജഷൻ ഫുട്പാത്തിൽ മെയിൻലി നടക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഓക്കെ, HCl എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? സ്റ്റൊമക്കിലാണ്. വിത്ത് എ pH ഓഫ് 1 to 1.6. pH എത്രയാണ്? 1 to 1.6 ആണ്. ഓക്കെ, pH എത്രയാണ്? 1 to 1.6 ആണ്. അതൊരു റിലേറ്റഡ് ഫാക്റ്റ് ആണ്. ലിവർ ഈസ് മേഡപ്പ് ഓഫ് കപ്ഫർ സെൽസ്. ഏത് സെല്ലാണ്? കപ്ഫർ സെൽസ് ആണ്. എവിടെ? ലിവറിൽ കാണപ്പെടുന്ന ഏതാണ്? കപ്ഫർ സെൽസ് ആണ്. ആൻഡ് ദിസ് കപ്ഫർ സെൽസ് ഹെൽപ്സ് ഇൻ ദ റീജനറേഷൻ ഓഫ് ലിവർ. നമുക്കറിയാം ലിവർ വീണ്ടും റീജനറേറ്റ് ആവുന്ന ഒരു ഓർഗനാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഇതിലെ കപ്ഫർ സെൽസ് ആണ്. ഓക്കെ, ഏതാണ്? കപ്ഫർ സെൽസ്. അപ്പോൾ കപ്ഫർ സെൽസ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ലിവറിലാണ്. ലിവറാണ് റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അത് റീജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കപ്ഫർ സെൽസ്. ഓക്കെ, ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈൽ ജ്യൂസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർ. എവിടെയാണ്? ലിവറിലാണ് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഗാൾ ബ്ലാഡറിൽ. ഓക്കെ, സ്റ്റോർ ചെയ്യുന്നത് ഗാൾ ബ്ലാഡറിലാണ്, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലിവറിലാണ്. ഓക്കെ, ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിലാണ്. ആൻഡ് ബൈൽ ജ്യൂസ് ഹെൽപ്സ് ഇൻ ദ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഇമൾസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ബൈൽ ജ്യൂസ് ആണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസസ്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസസ് ഏതൊക്കെയാണ് വരുന്നത്? ട്രിപ്സിൻ ആൻഡ് പെപ്സിൻ. ട്രിപ്സിനും പെപ്സിനും ഉള്ളത് ഏതിലാണ്? പാൻക്രിയാറ്റിക് ജ്യൂസസിലാണ്. ഓക്കെ, ട്രിപ്സിൻ ആൻഡ് പെപ്സിൻ. ഓക്കെ, ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് 6 to 8 meters ആണ്. ഓക്കെ, ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇസ് അബൌട്ട് 6 to 8 meters. ഓക്കെ, ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എർത്ത് ഈസ് 60 Newton. ദെൻ വാട്ട്സ് ഇറ്റ്സ് വെയിറ്റ് ഓൺ മൂൺ? ഓക്കെ, നമുക്കറിയാം വെയിറ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ, വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എർത്തിൽ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് 60 Newton ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് മൂണിൽ എത്രയായിരിക്കും? അതിൻ്റെ 1/6 ആയിരിക്കും. ഓക്കെ, എർത്തിലുള്ള വെയിറ്റിൻ്റെ 1/6 ആയിരിക്കും മൂണിലുള്ള വെയിറ്റ്. അപ്പോൾ എർത്തിലൊരു സാധനത്തിൻ്റെ വെയിറ്റ് 60 Newton ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇൻ മൂൺ എത്രയായിരിക്കും? 10 Newton ആണ്. ഓക്കെ, 10 Newton ആണ്. ഇത് ക്വസ്റ്റ്യൻ മാസിനെ പറ്റിയാണെങ്കിൽ ഇത് ആക്ച്വലി കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ് മിക്കവർക്കും. മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ. മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ന്യൂട്ടൺ ആയിരിക്കില്ല കേട്ടോ, 60 kg എന്നൊക്കെ ആയിരിക്കും തരിക. 60 kg എന്നൊക്കെ പറയുമ്പോൾ അത് മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 60 kg ആണ്. എർത്തിലെങ്കിൽ മൂണിലും സെയിം മാസ് ആണ്. ഓക്കെ, വെയിറ്റിൽ മാത്രമേ ഈ ഒരു 1/6 ഡിഫറൻസ് വരുന്നുള്ളൂ. മാസിന്റെ കാര്യത്തിൽ അത് വരുന്നില്ല. മാസ് എർത്തിലും മൂണിലും സെയിം ആണ്. അതിലാണ് നമുക്ക് kg വരുന്നത്. ആൻഡ് ന്യൂട്ടൺ വരുന്നതാണ് വെയിറ്റിൽ. അപ്പോൾ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എർത്തിൽ 60 ആണെങ്കിൽ അതിൻ്റെ 1/6 ആയിരിക്കും മൂണിൽ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 doubly landlocked കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, ഡബിളായിട്ട് ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഏതൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാനും ലിക്റ്റൻസ്റ്റീനും ആണ്. ഓക്കെ, ലിക്റ്റൻസ്റ്റീനും ഉസ്ബെക്കിസ്ഥാനും ആണ് ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്. ആക്ച്വലി ഈ ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഇത് ഉസ്ബെക്കിസ്ഥാൻ ആണെന്ന് വെച്ചോ, അതിനെ ചുറ്റി ഒരു കൺട്രി ഒരു തവണ ലാൻഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ വീണ്ടും ഒരു കൺട്രിയും കൂടി ലാൻഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് നമുക്ക് സീ വരുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഡബിൾ ആയിട്ട് ലാൻഡ് ലോക്ക് ചെയ്തിരിക്കുന്ന കൺട്രീസ് ആണ് ഏതൊക്കെ? ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ലിക്റ്റൻസ്റ്റീൻ. ഓക്കെ, ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ 6 schools of philosophy. ശതദർശന എന്ന് പറയുന്ന 6 schools of philosophy ഏതൊക്കെയാണ്? ഈ 6 schools of philosophy ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫൗണ്ടേഴ്സ് ആണ്. ഓക്കെ, ഈ 6 സ്കൂൾസിന്റെ ഫൗണ്ടേഴ്സിന്റെ നെയിമാണ് ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യായാണ്. ന്യായയുടെ ഫൗണ്ടർ ആരാണ്? ഗൗതമ ബുദ്ധയാണ്. ഓക്കെ, ഗൗതമ ബുദ്ധയാണ്. ന്യായയുടെ ഫൗണ്ടർ ആരാണ്? ഗൗതമ ബുദ്ധയാണ്. ദെൻ നമുക്കിതിൽ കുറച്ച് നമുക്ക് അറിയാം. ആക്ച്വലി പതഞ്ജലിയുടെ ഫൗണ്ടർ ആരാണ്? യോഗയുടെ ഫൗണ്ടർ ആരാണ്? പതഞ്ജലിയാണ്. ആൻഡ് ദെൻ വേദാന്തയുടെ ഫൗണ്ടർ ആരാണ്? വ്യാസയാണ്. ഓക്കെ, വ്യാസയാണ് വേദാന്തയുടെ ഫൗണ്ടർ. ഇത് നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് നമുക്കറിയാം. അതുപോലെ മീമാംസയും ഒരുപാട് ചോദിക്കുന്നതാണ്. ഓക്കെ, മീമാംസ ജൈമിനി. ഓക്കെ, അപ്പം മീമാംസ ജൈമിനിയാണ്. ഓക്കെ, ജൈമിനിയാണ് മീമാംസ. അത് നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ്. നമുക്ക് ജെമിനി അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ജെമിനി മീമാംസ ഒരു പുതിയ വേർഡ്സ് പോലെ അല്ലേ? ജെമിനി മീമാംസ അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് അധികം ചോദിക്കാത്തതായിട്ട് വരുന്നതാണ് വൈശേഷിക. വൈശേഷിക ആരാണ് ഫൗണ്ട് ചെയ്തത്? കന്നഡയാണ്. ഓക്കെ, വൈശേഷിക കന്നഡയാണ്. ആൻഡ് ദെൻ സംഖ്യ ബൈ കപില. ഓക്കെ, സംഖ്യ ആരാണ്? കപിലയാണ്. ആൻഡ് വൈശേഷിക കന്നഡയാണ്. ഓക്കെ, സോ ഞാൻ ഈ PYQ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്